2010 മാർച്ച് 19 രണ്ട് പടങ്ങളാണ് റിലീസായത്. ഇന്ദ്രജിത്തിന്റെ നായകൻ, പൃഥ്വിരാജിന്റെ താന്തോന്നി. ഇതിൽ നായകനെ പറ്റി ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. സോ നമുക്ക് താന്തോന്നിയിലേക്ക് വരാം. പൊതുവെ യെസ്, ഈ പൃഥ്വിരാജിന്റെ ഒരു സോൺ അല്ല കോമഡി എന്ന് പറയുന്നത്. ഇവിടെ എന്നിരുന്നാലും കരിയറിന്റെ തുടക്കകാലത്ത് വെള്ളിത്തിര, സ്വപ്നക്കൂട് പോലുള്ള സിനിമകളിൽ മൂപ്പർ അത്യാവശ്യം നന്നായി തന്നെ കോമഡി ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പുള്ളിയുടെ കോമഡി എനിക്ക് വർക്കൗട്ടായ രണ്ട് സിനിമകളാണ്. ഒന്ന് താന്തോന്നിയും മറ്റൊന്ന് അമർ അക്ബർ ആന്റണിയും. സോ ഈ സിനിമയിലെ ആ കള്ളു കുടിച്ച് തലതെറിച്ച് താന്തോന്നിയായി നടക്കുന്ന അച്ചായൻ കഥാപാത്രം എനിക്ക് കണക്റ്റഡ് ആയിരുന്നു. പിന്നെ യെസ്, കോമഡി കഴിഞ്ഞാൽ ഈ സിനിമയിലെ പ്രധാന എലമെന്റ് മാസ്, ആക്ഷൻ ബ്ലോക്സ്, ഇതൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഒരു സിനിമയാണിത്. അനാവശ്യത്തിന് എന്ന് പറയാൻ കാരണം 17ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി ഈ സിനിമ കാണുമ്പോൾ ഇതിലെ എല്ലാ ആക്ഷൻ ബ്ലോക്സും ആവേശത്തോടെയാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഒരു തവണ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിന്റെ അവസാന ഭാഗത്ത്, അതായത് ക്ലൈമാക്സിനോട് തൊട്ടടുത്ത് 2 ഫൈറ്റുകളാണ് അവർ അടുപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് ദുബായിൽ വെച്ചുള്ള ഡെസേർട്ട് ഫൈറ്റും കേരളത്തിൽ വെച്ചുള്ള ആ ജീപ്പ് ആക്സിഡന്റിന് ശേഷമുള്ള ഫൈറ്റും. സംഗതി 2 ഫൈറ്റും കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ വളരെ ചെറിയ ടൈം ഗ്യാപ്പിനിടയിലാണ് ഈ 2 ഫൈറ്റുകളും വരുന്നത് എന്നത് അരോചകമായിട്ട് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് നമ്മൾ ട്രോളുകളിലും മീമുകളിലും ഒക്കെ കാണാറുള്ള ആ ഒരു ഐറ്റം, അതായത് എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെയൊക്കെ റിലേറ്റീവ്സിന്റെ മുന്നിൽ ഇത് വാങ്ങിച്ചത് ഇവനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പൻ നമുക്ക് എലവേഷൻ തരുന്നത് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച ആ ഒരു രംഗം. എനിവേസ്, ആ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഫൈറ്റ് പ്ലേസ്മെന്റ് ഒന്ന് മാറ്റി നിർത്തിയാൽ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള പൃഥ്വിരാജിന്റെ ഒരു ടിപ്പിക്കൽ കമേഴ്സ്യൽ മാസ് മസാല ഫിലിം. ബൈ ദ വേ, ഈ സിനിമ കണ്ടപ്പോൾ ഇതിന്റെ സംവിധായകൻ ജോർജ് വർഗീസ് ഇനിയും ഒരുപാട് പടങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ആളെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല.